ചെറുതായിട്ടുണ്ട്. മോളെ, അവളുണ്ടാക്കിയ കറി കഴിച്ചോണ്ട് തന്നെയാണോ നീ വൊമിറ്റ് ചെയ്തേ? പിന്നെ സംശയം എന്താ? അത് തന്നെ അമ്മ. ഒന്നാമത് എനിക്ക് വൃത്തിയായിട്ട് അവളെ കാണുന്നത് തന്നെ കലിയാ. അതിനടിക്കാം അവളുടെ ഒരു മഷ്റൂം മസാല. അവൾ ഓരോരോ വേലത്തരങ്ങൾ ചെയ്യുന്നതേ അമ്മയുടെ സ്നേഹം സമ്പാദിക്കാനാ. അതിന് ഈ പണികളൊക്കെ കാണിക്കുന്നത്. പഠിച്ച കള്ളി അമ്മ അവള്. അവൾ എന്ത് തന്ത്രങ്ങൾ കാണിച്ചാലും ഞാൻ അവളെ അംഗീകരിക്കുവോ? അവളുടെ ഒരു നമ്പറും എന്റെ അടുത്ത് ചെലവാവില്ല. ഈ അമൃതയെടുത്ത് എന്തിനാ അവളെ ഇങ്ങനെ ന്യായീകരിക്കുന്നത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. അമൃത മാത്രമല്ലല്ലോ, ഇവിടെ എല്ലാവരും അവളുടെ കൂടെ അല്ലേ. അവൾ എന്ത് കാണിച്ചാലും അവളെ ന്യായീകരിക്കാൻ കുറെ പേര്. ആനന്ദേട്ടനാ അതിന് മുൻപന്തിയിൽ. ആരൊക്കെ ന്യായീകരിച്ചാലും എന്തൊക്കെ പൊഴുത്തിയാലും അവളോട് എനിക്ക് ഒരു മൃദു സമീപനവും ഇല്ല. അവൾ എന്റെ ശത്രു, എന്റെ മകനെ തട്ടിയെടുത്ത ശത്രു. എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്. അതൊരല്പം വൈകിയാലും ഈ വസുന്ധര നടപ്പാക്കും. നിന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ടല്ലോ മോളെ. അത് വൊമിറ്റ് ചെയ്തതുകൊണ്ടായിരിക്കും അമ്മേ. മാറും. ഞാൻ പോയി അല്പം റെസ്റ്റ് എടുക്കട്ടെ അമ്മേ. ചെന്ന് റെസ്റ്റ് എടുക്ക. ഇനിയും വൊമിറ്റ് ചെയ്യുകയാണെങ്കിൽ അമ്മയെ വിളിക്കണം. വിളിക്കാം അമ്മേ. ചെല്ല്. എടുത്തി കണ്ണു തുറക്ക്. ഈശ്വരാ, എടുത്തി. അമ്മേ, അമ്മ ഓടി വന്നേ. എടുത്തി. എന്താ അമ്മേ? എന്താ പറ്റി? എടുത്തി തലകറങ്ങി വീണമ്മേ. മാറിങ്ങോട്ട്. നീ എന്താടി എന്റെ കുഞ്ഞിനെ ചെയ്തേ? എന്റെ കുഞ്ഞിനെ നീ കൊന്നോ? അയ്യോ അമ്മേ. ഐശ്വര്യ മോളെ, ഐശ്വര്യ. ഐശ്വര്യ അനങ്ങുന്നില്ലല്ലോ. നീ എന്താടി ഇവളെ തലക്കടിച്ച് വീഴ്ത്തിയോ? എന്റെ പൊന്നമ്മ, ഞാനൊന്നും ചെയ്തില്ല. ഐശ്വര്യ അടുത്ത് വെറുതെ നിന്നപ്പോ തലചുറ്റി വീണതാ. വെറുതെ തലചുറ്റി വീഴാൻ ഇവക്കെന്താ വട്ടുണ്ടോ? എടുത്തി, നീ ചെന്ന് കുറച്ച് വെള്ളം എടുത്തോടുവാ. ഐശ്വര്യ മോളെ, എന്താ നിനക്ക് പറ്റിയ? അയ്യോ ദൈവമേ, ഇവളെന്താ എന്റെ കൊച്ചിനെ ചെയ്തത്? മോളെ ഐശ്വര്യ, മോളെ വേഗം വെള്ളം കൊണ്ടുവാ. അമ്മ, ഐശ്വര്യ, അമ്മ എഴുന്നേക്ക്. എന്താ മോളെ, എന്താ നിനക്ക് പറ്റിയ? എല്ലാ ഫുഡും എല്ലാവർക്കും പിടിച്ചെന്ന് വരില്ല. എന്തായാലും റിസൾട്ട് വരട്ടെ. രാവിലെ ഐശ്വര്യ ഒരു മഷ്റൂം മസാല കഴിച്ചു. അതിനുശേഷം തുടങ്ങിയതാ വോമിറ്റിംഗ്. റിസൾട്ട് ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാ. ടെസ്റ്റ് പോസിറ്റീവാ. കൺഗ്രാറ്റുലേഷൻസ് ഐശ്വര്യ. ഐശ്വര്യ ഇസ് പ്രഗ്നന്റ്. മോളെ, എന്താ ഇങ്ങനെ അമ്പരന്ന് നോക്കുന്നത്? സന്തോഷ വാർത്തയല്ലേ കേട്ടത്? ഐശ്വര്യ അമ്മയാവാൻ പോവാ. എന്റെ ദൈവമേ, നീ ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ മോളെ. എന്താ വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലേ? അതെ അതെ ഡോക്ടർ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മോളെ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു ഡോക്ടർ. ഈ ഗുഡ് ന്യൂസ് അരുണിനോട് മോള് പറയോ അതോ അമ്മ പറയണോ?
അമ്മ പറഞ്ഞാ മതി. ആ, ശരി. ഈശ്വര, ഈശ്വര, അപശകുനമാണല്ലോ. ഇവൾ എന്നോടുള്ള വൈരാഗ്യം കൊണ്ട് മനഃപൂർവ്വം വിളക്ക് തട്ടിത്തെറിപ്പിച്ചതാ. അയ്യോ, ഞാൻ അങ്ങനൊന്നും ചെയ്തതല്ല. ഇവള് പക വെച്ച് ചെയ്തതാ. ഐശ്വര്യ, നീ വെറുതെ അനാവശ്യം പറയരുത്. ശ്യാമ അങ്ങനെയൊന്നും ചെയ്യില്ല. എന്റെ സ്വന്തം ഏട്ടത്തിക്ക് വേണ്ടി എന്നുള്ള രീതിയിലല്ലേ ഞാൻ പെരുമാറിയത്. എന്നിട്ടും ആ വിളക്ക് തട്ടിക്കളഞ്ഞ് ആ പഴയും കൂടി എന്റെ തലയിൽ വെച്ചു. ഒരു കുറ്റവും ചെയ്യാൻ തന്നെ കുറ്റക്കാരിയാക്കി. എനിക്കത് മനസ്സിലായി ശ്യാമേ, കൃത്യമായിട്ട് മനസ്സിലായി. തന്നെ ചീത്ത കേൾപ്പിക്കാനും വഴക്ക് കേൾപ്പിക്കാനും വേണ്ടി ഐശ്വര്യ എടുത്ത് ചെയ്തതാ അത്. പിന്നെ നല്ലൊരു ദിവസമായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു നിന്നതാ. ഇല്ലെങ്കിൽ ഏട്ടന് വിഷമമായാലും ഞാൻ മറുപടി കൊടുത്തന്നെ. അമ്മ വഴക്ക് പറയുമ്പോ എനിക്ക് ആ സമയത്തൊരു വിഷമം ഉണ്ടാവും. പക്ഷെ അതപ്പൊ തന്നെ മാറുകയും ചെയ്യും. അമ്മയെ കൊണ്ട് തന്നെ വഴക്ക് പറയിപ്പിക്കണം. അത് കണ്ട് അവർക്ക് ആസ്വദിക്കണം. അതിനുവേണ്ടി ചെയ്യുന്നത് ഇതൊക്കെ. വരട്ടെ, ഇത് ഞാൻ നിർത്തിക്കുന്നുണ്ട്. എന്നേക്കുമായിട്ട് നിർത്തിക്കുന്നുണ്ട്. ഇത് ഇന്നൊന്നിൽ നിന്നും തുടങ്ങിയതല്ലോ. അവര് തന്നോട് ഈ മത്സരം തുടങ്ങിയിട്ട് നാളുകൾ കുറെ ആയില്ലേ? സാറ് ഐശ്വര്യടുത്തോടൊന്നും പറയാൻ പോണ്ട. അതൊക്കെ ഏട്ടൻ അറിഞ്ഞ പാവം ഏട്ടന് വിഷമാവും. അതുകൊണ്ടല്ലേ ശ്യാമയെ ഞാൻ ഈ ക്ഷമിക്കുന്നത്. അവരോട് എന്തെങ്കിലും പറയണമെന്ന് തോന്നുമ്പോ ഏട്ടന്റെ മുഖം മനസ്സിലേക്ക് വരും. വിട്ടേക്ക് സാർ, അതങ്ങ് മറന്നേക്ക്. അപ്പൊ ഒരു സങ്കടം തോന്നിയാലും കുറച്ച് കഴിയുമ്പോ ഞാനങ്ങ് മറക്കും. എനിക്ക് ആരോടും ഒരു വിരോധവും ഇല്ല. അതാ തന്റെ കളങ്കമില്ലാത്ത മനസ്സ്. ഐശ്വര്യടുത്തേക്ക് അങ്ങനെയല്ല, മനസ്സിൽ നിറയെ പകയാ. കണ്ടില്ലേ, ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ പോവാ. എന്നിട്ടും ഇവർക്ക് നിർത്താറായില്ല. അല്ല, ആദ്യേട്ടനും അമൃതേടത്തെയും ഓൾറെഡി അച്ഛനും അമ്മയാണ്. ഇപ്പതേ അരുണേട്ടനും ഐശ്വര്യടുത്തെയും അച്ഛനും അമ്മയാകാനും പോകുന്നു. അല്ല, നമുക്കും ആവണ്ടേ അച്ഛനും അമ്മയൊക്കെ? ഓ അഖിൽ സാറെ, ചുമ്മാ ചിരിപ്പിക്കാതെ. എടോ, ഞാൻ ചിരിപ്പിക്കാൻ പറഞ്ഞതല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമൊക്കെ കഴിഞ്ഞില്ലേ? അതെ, നമുക്കും വേണ്ടേ ഒരു തൊട്ടില്? ദൈവമേ, ഒരിക്കൽ പോലും പ്രസവിക്കില്ലെന്ന് ശപഥം ചെയ്ത് എനിക്കാണല്ലോ ഈ ആപത്ത് പറ്റിയത്. വല്ലാത്തൊരു കൊലച്ചതിയായിപ്പോയി ഇത്. എന്റെ സൗന്ദര്യം പോകും. തന്നെയല്ല, ഇതുങ്ങളെയൊക്കെ വളർത്തിയ ഏത് നേരം കീറ്റലും ശല്യമായിരിക്കും.
എനിക്ക് പ്രസവിക്കാനൊന്നും പറ്റില്ല. ക്ഷീണമൊന്നുമില്ലല്ലോ അല്ലേ ഐശ്വര്യടുത്തി? ഇല്ല. ആ പിന്നെ വൊമിറ്റൊന്നും ചെയ്തില്ലല്ലോ? ഇല്ല. ആ ഇവളെന്നെയും കൊണ്ട് അങ്ങാടിക്കടയിൽ പോയിരിക്കായിരുന്നു എടുത്തിക്ക് വേണ്ടി. അങ്ങാടിയിലോ? എന്തിന്? ദേ ഇതൊക്കെ പച്ചമരുന്നുകളാ. ഇതൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഏട്ടത്തേക്ക് കുളിക്കാൻ വേണ്ടി ഞാൻ കുളിമുറിയിൽ കൊണ്ടുവച്ചു തരാം. എന്തിനാ ശ്യാമേ നീ എനിക്ക് വേണ്ടി അങ്ങാടിയിലൊക്കെ പോയത്? അതും ഈ അഖിലിനെയും കൊണ്ട് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഓ, അങ്ങാടിക്കടയിൽ പോവാതെ മരുന്നുകൾ വാങ്ങിക്കാൻ പറ്റുമോ എടുത്തി? എന്നാലും എനിക്ക് വേണ്ടി ശ്യാമ ഇത്രയും ബുദ്ധിമുട്ടുന്നത്. ഞാനാണെങ്കി ഒരു ചെറിയ കാര്യത്തിന് പോലും ഇവളുമായിട്ട് വഴക്കിടാറുണ്ട്. നീ അതൊന്നും മനസ്സിൽ വെക്കല്ലേ ശ്യാമേ? ഇല്ലടുത്തി, ഞാനതൊന്നും മനസ്സിൽ വെക്കൊന്നുമില്ല. വെക്കരുത്. ഞാൻ അങ്ങനെ ഒരു സ്വഭാവക്കാരി ആയിപ്പോയി. എനിക്ക് നിന്നോട് ദേഷ്യം വരുമ്പോ പൊട്ടിത്തെറിച്ച് പറഞ്ഞെന്ന് വരും. അതൊന്നും നീ കാര്യമാക്കരുത്. ഒരിക്കലും ഇല്ല ഏട്ടത്തി. പക്ഷെ ഏട്ടത്തിയോട് എനിക്കൊരു അപേക്ഷയുണ്ട്. എന്താ? നീ പറ. ഇനി പ്രസവം വരെ ഏട്ടത്തി സന്തോഷത്തോടെയും സമാധാനത്തോടു കൂടി ഇരിക്കണം. ഏട്ടത്തിക്ക് എന്ത് സഹായം ചെയ്തു തരാനും ഞാനുണ്ട്. ശരി. ഞാൻ ഐശ്വര്യടുത്തേക്ക് കുളിക്കാൻ വേണ്ടി കുറച്ച് അങ്ങാടി മരുന്നൊക്കെ ഇട്ട വെള്ളം തിളപ്പിക്കായിരുന്നു. അങ്ങാടി മരുന്നുകളോ? അതെന്തൊക്കെയാ? അത് കുറെ കൂട്ടമുണ്ട്. പച്ചമഞ്ഞള്, ആര്യവേപ്പ്, അങ്ങനെ കുറെ മരുന്നുകളുണ്ട്. ഇത് ഗർഭിണികളായ സ്ത്രീകള് പ്രസവത്തിന് മുൻപേ ചെയ്യുന്നത് നല്ലതാ. നിനക്കിതൊക്കെ അറിയാമോ? എന്റെ അമ്മ ഞങ്ങളുടെ അപ്പൂനെ പ്രസവിക്കുന്ന സമയത്ത് ഞാനായിരുന്നു അമ്മയ്ക്ക് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. വെളുപ്പിനെ അമ്മയെ കൊണ്ടുപോയി നിർമ്മാല്യം തൊഴിയിപ്പിക്കുന്നതും അതിനുശേഷം വെറും വയറ്റില് പഞ്ചഗവ്യം കഴിപ്പിക്കുന്നതും ഒക്കെ ചെയ്തിരുന്ന ഞാനായിരുന്നു. ആ, കുങ്കുമപ്പൂ ഇവിടെ ഇരിപ്പുണ്ട്. അത് ഇന്ന് രാത്രി മുതല് നമുക്ക് പാലില് കൊടുക്കാം. ശരി, ഇതൊക്കെ നല്ല കാര്യങ്ങളാ. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പച്ചിയോട് കൂടി ഒന്ന് ചോദിച്ചേക്ക്. ചോദിക്കാം അമ്മ. പിന്നെ മുതിർന്നവരോടുകൂടി ചോദിച്ചുറപ്പുവരുത്തിയിട്ടേ എല്ലാം ചെയ്യാവൂ കേട്ടോ. അത്രേ ഉള്ളൂ. വെറുതെ തന്നിഷ്ടം പോലെ ചെയ്തിട്ട് ആവശ്യമില്ലാത്ത കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കണ്ട. ഇല്ല അമ്മ. വെള്ളം തിളച്ചിട്ട് ഇത് ഐശ്വര്യടുത്തിയുടെ റൂമിൽ കൊണ്ടുപോയി വെക്കാം. ശരി. പണ്ടൊക്കെ ഇത് വിറകടുപ്പിൽ വെച്ചായിരുന്നു തിളപ്പിച്ചോണ്ടിരുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാ നിനക്കെന്താ 10-70 വയസ്സായോ? എന്റെ കൈയല്ലേ പൊള്ളിയത്. ഏട്ടത്തി എന്തിനാ കരയുന്നേ? അമ്മ ഒന്നിങ്ങ് വന്നേ. അയ്യോ, ഓടി വായു, എന്നെ കൊല്ലുന്നേ. ഏട്ടത്തി എന്താ എന്താ ഇത് കണ്ടോ? ഇവളെ ചൂടുവെള്ളം കൊണ്ട് എന്റെ മേത്തൊഴിച്ച് എന്നെ കൊല്ലാൻ നോക്കി. എടുത്ത് എന്തൊരു കഷ്ടം ഇത്. ഒരു വിശേഷമുള്ള പെണ്ണ. അവളോട് ഈ ദുഷ്ടത്തിലൊക്കെ കാണിക്കാൻ നിനക്ക് എങ്ങനെയാ മനസ്സ് വരുന്നേ? അമ്മ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഈ മരുന്നുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നപ്പോ ഐശ്വര്യടുത്ത് എന്നെ പിടിച്ചു വാങ്ങാൻ വേണ്ടി നോക്കി. ഐശ്വര്യടുത്ത് ഇത് താഴേക്കിട്ടത് എന്റെ കയ്യെ പൊള്ളിയത്. കള്ള ഇവിടെ പറയുന്നത്, പച്ച കള്ളം. ഏട്ടത്തി, നീ എന്തിനാടി ഉപകാരം ചെയ്യാനെന്നും പറഞ്ഞ് ഇവളെ എങ്ങനെ ഉപദ്രവിക്കാൻ നോക്കുന്നേ? അയ്യോ, എന്തിനാ നിനക്ക് ഇവളോട് ഇത്ര അസൂയ? നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം. ഇനി മേലിൽ ഇവളുടെ ഒരു കാര്യത്തിൽ നിന്റെ ഒരു സഹായവും വേണ്ട. ഇവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ ഇവിടുന്ന് ഇറങ്ങിപ്പോ. ഇറങ്ങിപ്പോവാൻ. അതും എടുത്തോണ്ട് പോ.
ഈശ്വരാ. നിനക്കൊന്നും പറ്റിയില്ലല്ലോ? ഇല്ലമ്മേ. നീ ചെന്ന് റെസ്റ്റ് ചെയ്യ. സൂക്ഷിച്ചു പോ. എന്താ മോനെ, എന്ത് പറ്റി? എന്താ നിനക്ക് പറ്റിയ പറ. എന്താ മോനെ? എനിക്ക് ശ്വാസം മുട്ടുന്നമ്മേ. ശ്വാസം മുട്ടുന്നോ? അയ്യോ, അയ്യോ, ഈശ്വര, എന്റെ ദൈവമേ. അയ്യോ. മോനെ, അപ്പു, എനിക്ക് ശ്വാസം മുട്ടുന്നു. എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. മോനെ, എന്റെ ഈശ്വര. അയ്യോ, എന്റെ മോൻ ദൈവമേ, ഞാനിപ്പോ എന്താ ചെയ്യാറില്ലല്ലോ ഇവിടെ. അപ്പോ മോനെ, എന്തു പറ്റിയമ്മേ? മോനെ ശ്വാസം മുട്ടല. അയ്യോ. ഏയ്, ഇവന്റെ ഇരിപ്പ് കണ്ടിട്ട് ഇവന് അസുഖമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ലല്ലോ. ആ, അഭ്യാസം അമ്മേ. ഈ സ്നേഹവും പരിഗണനയും കിട്ടാനുള്ള നല്ല അഭ്യാസം. ജയന്തി, നീ വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ. എന്റെ കൊച്ചങ്ങനെയൊന്നും പറയില്ല. ഓ, മോനെ, കുട്ടി. മോനെ. പാന പോലെ വളർന്ന ചെക്കനല്ലേ കുട്ടി. എനിക്ക് എന്റെ മോൻ കുട്ടി തന്നെയാ. ആ, കാക്കയ്ക്ക് തൻകുഞ്ഞു പൊൻകുഞ്ഞു. ഞാൻ മാത്രമാണല്ലോ ഈ പരവ് കാക്ക. അയ്യോ, 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 മോനെ, ഇപ്പൊ എന്താ ചെയ്യ? ഈശ്വര. ആ, എന്റെ സ്വന്തം ആര്യപുത്രൻ അരവിന്ദ പൊതുവാളില്ലേ, മൂപ്പരേ അങ്ങ് കൂപ്പുലേലത്തിന് പോയിരിക്കാ ഇടുക്കിയില്. അല്ല, കോടികൾ കിട്ടുന്ന ബിസിനസ് അല്ലേ, അങ്ങ് വിട്ടുകളയാൻ പറ്റുമോ അമ്മേ? ദൈവമേ, എന്റെ കുഞ്ഞ് ശ്വാസം മുട്ടന്റെ കൂടാണല്ലോ. അയ്യോ, എന്റെ മോൻ അവിടെ നിന്ന് കിടക്കട്ടോ. അമ്മ ഇപ്പൊ വരാം. എവിടെ പോന്നു? ഡാ, 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 ശരിക്കുള്ള വേദനയാണോ അതോ അഭിനയിക്കാണോ? നിർത്തടാ നിന്റെ അഭിനയം. അമ്മ പോയി. എന്താ നിനക്ക് വയ്യേ? അയ്യോ, ഉള്ളതാണോ? ദൈവമേ, ഇത് ഉള്ളതാന്നാ തോന്നുന്നത്. ആരെയാ വിളിക്കാൻ പോകുന്നേ? അരവിന്ദന്. ഏയ്, പൊതുവാൾ സാറെ എടുക്കില്ല. ലേലം അല്ലേ, അതങ്ങ് കൈവിട്ട് പോയാലോ? എന്താ അമ്മേ? കിട്ടുന്നില്ല. മാഡം, എനിക്ക് അത്യാവശ്യമായിട്ട് വീട് വരെ ഒന്ന് പോകണമായിരുന്നു. അല്ല, ഉത്തരവാദിത്തപ്പെട്ടൊരു ജോലിയിൽ നിന്നിട്ട് രാത്രി വീട്ടിൽ പോണെന്ന് പറഞ്ഞാ അതെങ്ങനെയാ ശരിയാവുക? അതൊന്നും നടക്കില്ല. ഞങ്ങള് ശമ്പളം തരുന്നതേ ഡ്യൂട്ടി കയറിയിട്ട് നൈസായിട്ട് മുങ്ങാനല്ല. അതൊന്നും നടക്കുന്ന കാര്യമല്ല. അതെ, ഐശ്വര്യ പറയുന്ന അതിന്റെ ശരി. നിങ്ങൾക്ക് രാവിലെ വീട്ടിൽ പോവാലോ. അത് പോരെ മാഡം, എന്റെ വീട്ടിൽ എന്റെ മോന് സുഖമില്ല. തന്റെ വീട്ടില് തന്റെ മോന് സുഖമില്ലെങ്കിലേ ഞങ്ങൾ എന്താ വേണ്ടത്? രാത്രിയായ ഇവിടെ കള്ളന്മാരുടെ ശല്യം. ആ സമയത്താണ് ഇവിടെ സെക്യൂരിറ്റി വേണ്ടത്. ആവശ്യമുള്ള സമയത്ത് താനിവിടെ ഇല്ലാതായാലോ? അതൊന്നും നടപ്പുള്ള കാര്യമല്ല. അമ്മേ, എന്താ പ്രശ്നം? ഓ, വന്നു കുടുംബഭരണക്കാര്. ഇവിടെ എന്ത് വിഷയം വന്നാലും എഴുന്നള്ളിക്കോളും ഇവളെ കൊണ്ട് മുന്നിലോട്ട്. ഇവളെയൊക്കെ കണ്ടാലേ അറിയാം ഇവിടെയുള്ളവരെല്ലാം കച്ചറകളാണെന്ന്. എന്താ ഐശ്വര്യടുത്തി ഒരു മൈമിങ്? ഓ, ഒന്നുമില്ലേ. എന്താ അമ്മേ പ്രശ്നം? മോനെ, ഇങ്ങേർക്ക് ഈ രാത്രിയിൽ വീട്ടിൽ പോകണമെന്ന്. മോനെ, എന്റെ വീട്ടിൽ എന്റെ മോന് സുഖമില്ല. വീട്ടിൽ നിന്ന് ഭാര്യ വിളിച്ചു പറഞ്ഞതാ അത്യാവശ്യമായിട്ട് ചെല്ലണമെന്ന്. മോൻ എന്താ അസുഖങ്ങളെ? ശ്വാസം മുട്ടല. ശ്വാസം മുട്ടലായാലും ഹാർട്ട് അറ്റാക്ക് ആയാലും
ഇവിടെ നിന്ന് പോവാനൊക്കില്ല. കുറച്ചുകൂടി മര്യാദയ്ക്ക് സംസാരിക്കുക ഐശ്വര്യടുത്തി. അദ്ദേഹത്തിന് ഏട്ടത്തിയുടെ അച്ഛന്റെ പ്രായം ഉണ്ടാവില്ലേ? ഡീ, നീ എന്നെ മര്യാദയൊന്നും പഠിപ്പിക്കണ്ട. അമ്മേ, അദ്ദേഹത്തിന്റെ കുട്ടിക്ക് സുഖമില്ലാത്തോണ്ടല്ലേ അമ്മേ? അതൊരു അത്യാവശ്യമല്ലേ? അങ്കിള് പോയിട്ട് വരട്ടെ. അതൊന്നും ശരിയാവില്ല. വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാരോടൊക്കെ ഒരു ഔദാര്യം കാണിച്ചാലേ പിന്നെ അവര് നമ്മുടെ പെടലിക്ക് കയറിയിരിക്കും. അവനവൻ ഇരിക്കേണ്ട സ്ഥാനത്ത് അവനവൻ ഇരുന്നില്ലെങ്കിലേ അവിടെ പട്ടി കയറിയിരിക്കും. മോനെ, ചിലപ്പോ അവനെ ആശുപത്രി കൊണ്ടുപോകേണ്ടി വരും. വീട്ടിലാണെങ്കിൽ ആണുങ്ങൾ ആരുമില്ല. ആണുങ്ങളില്ലാത്ത വീടാണെങ്കിലേ പെണ്ണുങ്ങളുണ്ടാവുമല്ലോ, അവര് കൊണ്ടുപോട്ടെ. ചില കാര്യങ്ങളൊക്കെ പെണ്ണുങ്ങളും ചെയ്യണം. ഒരു മനുഷ്യന് അത്യാവശ്യമായിട്ട് വീട്ടിലെത്തേണ്ടി വരുന്നു. അതിനൊരു ദിവസം ലീവ് കൊടുത്താൽ എന്താ? അതൊക്കെയല്ലേ മനുഷ്യത്വം. ലീവ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. രാത്രിയാണ് സെക്യൂരിറ്റിയുടെ ആവശ്യം. ഇയാളെ കൊണ്ടാണെങ്കിൽ ഒരു പ്രയോജനമില്ല. പകല് തന്നെ ഉറക്കം തൂങ്ങി നടക്കുക, രാത്രി പിന്നെ പോത്തുപോലെ കിടന്നുറങ്ങുമായിരിക്കും. അങ്ങനെയൊന്നും പറയല്ലേ മോളെ. എന്റെ മോള് അവൾ എത്ര കരുണയുള്ളവളാ. മറ്റുള്ളവരോടുള്ള അവളുടെ സ്നേഹം. തന്റെ അച്ഛനെ അഭിമാനം കുറച്ച് കൂടുതലാ. അത്രയും വേണ്ടെന്നാ എന്റെ അഭിപ്രായം. തന്റെ അച്ഛൻ പണ്ട് മുതൽ എങ്ങനെയാണോ? അച്ഛൻ അമ്പലം വിട്ട വീട്. അധിക സുഹൃത്തുക്കളൊന്നുമില്ല. അമ്മയും ഞങ്ങളും മക്കളും അടങ്ങുന്ന ഒരു ചെറിയ ലോകം മാത്രമേ ഉള്ളൂ. ഞങ്ങളെ അച്ഛൻ ഒരുപാട് സ്നേഹം നൽകിയ വളർത്തിയത്. എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണം, എങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കണം എന്നൊക്കെ അച്ഛൻ പറഞ്ഞു പഠിപ്പിക്കും. അഖിൽ സാറിനറിയോ, അമ്പലത്തിൽ ചെന്നാൽ ആദ്യം പ്രാർത്ഥിക്കേണ്ട കാര്യം അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന എന്താന്ന്? ഇല്ല. ദൈവമേ, എന്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടാവണേ, കാരുണ്യം ഉണ്ടാവണേ. ഇതാദ്യം മനസ്സിൽ ഉരുവിട്ട് പ്രാർത്ഥിക്കണമെന്ന അച്ഛൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഓരോ ദിവസം ചെല്ലുന്തോറും തന്റെ അച്ഛനോടുള്ള എന്റെ ബഹുമാനം കൂടി വരിക. ആ സെക്യൂരിറ്റി ഞങ്ങൾ നടന്നു പോകുന്ന കാണുമ്പോ തന്റെ അച്ഛൻ നടന്നു പോകുന്നതായിട്ടാ എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഞാൻ പലവട്ടം സാറിനോട് പറഞ്ഞിട്ടുള്ളതല്ലേ. അമ്മേ, അപ്പുന് നല്ല സുഖമില്ല. അരവിന്ദേട്ടൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു. ഏതപ്പു? അപ്പുനറിയില്ലേ? എന്റെ ബ്രദറിനല്ലോ, ശ്യാമയുടെ ആങ്ങള. ഓ, അവൻ ശ്യാമയെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുക. വാശി പിടിക്കാൻ അവനെന്താ ഇങ്ക് കുടിക്കുന്ന ഇള്ളാപ്പിള്ളയാണോ? ഒരു പൊണ്ണത്തടിയും ചെറുക്കാൻ. ഐശ്വര്യടുത്തി, ദേവി ഏത് ഇതിലൊന്നും കയറി ഇടപെടണ്ട. ഇതെന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. എന്റെ ഭാര്യയുടെ വീട്ടിൽ പോവാൻ എന്റെ അമ്മയുടെ അനുവാദം ചോദിക്കാനാണ് ഞാൻ വന്നത്. അമ്മേ, ഞങ്ങളൊന്ന് ശ്യാമയുടെ വീട് വരെ പോവാ. ഈ രാത്രിയിലോ? രാത്രി പോയാലെന്താ? ഗർഭിണിയായ ഒരു പെണ്ണുള്ള വീട്ടിൽ നിന്ന് സന്ധ്യ കഴിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് പോകുന്നത് ശരിയല്ല. അതിനെന്താ അമ്മേ, ഞങ്ങൾ പോയി അപ്പുവിനെ കണ്ടിട്ട് വേഗം ഇങ്ങ് വരില്ലേ? അത് ശരിയല്ല അഖി. ആദ്യ അരുണും ഇവിടെ ഇല്ല. നീയും കൂടി പോയാ പിന്നെ എങ്ങനെയാ? അതിന് എന്നെ പരിഗണിക്കുന്ന ആളാണെങ്കിലല്ലേ ഈ വാക്കുകളൊക്കെ കേൾക്കും. അതിന് ഐശ്വര്യടുത്തി നാളെ ലേബർ റൂമിലേക്ക് എന്ന അവസ്ഥയിലല്ലോ ഇവിടെ നിൽക്കുന്ന. അതിന് ഇനി സമയം കിടക്കല്ലേ. ഇപ്പൊ ഞങ്ങളൊന്ന് പോയിട്ട് വരട്ടെ. അങ്ങനെ പോവാൻ പറ്റില്ല. പ്രഗ്നൻസി ഉള്ള പെണ്ണുങ്ങളുള്ള വീട്ടിൽ നിന്ന് രാത്രിയിൽ വിരുന്ന് പോകുന്നത് ആചാരങ്ങളുടെ ലംഘനോ? ആചാര ലംഘനോ? ഈ നിസ്സാര കാര്യത്തിനൊക്കെ എന്ത് ആചാര ലംഘനം? ഇതിനൊക്കെ ചില വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ ഉണ്ട്. അതൊന്നും നിനക്ക് മനസ്സിലാവില്ല. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നിനക്ക് എന്തു മനസ്സിലായിന്നാ? ശ്യാമയുടെ വീട്ടിലേക്ക് എന്നെ വിടുന്നതിന് അമ്മയ്ക്ക് താല്പര്യമില്ല. ഉടനെ വന്ന് വിശ്വാസവും ആചാരവും. അഖി, എന്റെ പൊന്നെ എടുത്തി, എനിക്കെല്ലാം മനസ്സിലായി. നല്ല തിരിച്ചറിവുണ്ട്. എല്ലാരും വേഗം വാ, ഞാൻ കാണിച്ചു തരാം. ദേ കിടക്കുന്നു തന്ത്രശാലിയായ കുറുക്കൻ. അടുത്തിരുന്ന് കരഞ്ഞവരെയൊക്കെ ഇവൻ വിഡ്ഢിവേഷം കെട്ടിക്കുകയായിരുന്നു. അപ്പോ എങ്ങനെയുണ്ട്? വിഷമിക്കാനൊന്നുമില്ല ചേച്ചി വരുമെന്ന് പറഞ്ഞപ്പോ എനിക്ക് എല്ലാം മാറി. കേട്ടില്ലേ? ഉടായ്പ തന്നെയാ. എത്ര പേരെയാ ഈ ചെക്കൻ ചുറ്റിച്ചത്? അപ്പോ
എന്റെ പൊന്നു കുഞ്ഞാളിയൻ എന്താ പറ്റിയത്? പെട്ടെന്നൊരു ശ്വാസം മുട്ടലുണ്ടായി. അപ്പൊ എനിക്ക് എന്റെ ചേച്ചിയെ കാണണമെന്ന് തോന്നി. പിന്നെ ഒരു കുടയും കുഞ്ഞളിയനും ലൈനല്ലേ. താപ്പാനിയുടെ മൂത്ത ചേട്ടനാ ഇവൻ. എന്തായാലും നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. അതൊന്നും വേണ്ട, എനിക്കിപ്പോ മാറി. അപ്പോ ഏടത്തി പറഞ്ഞ പോലെ ചേച്ചിയെ കാണാനുള്ള തന്ത്രമായിരുന്നു അല്ലേ? അല്ല, സത്യമായിട്ട് എനിക്ക് വേദന ഉണ്ടായിരുന്നു. ചേച്ചി വരുമെന്ന് പറഞ്ഞപ്പം അത് കുറഞ്ഞതാ. വേദന ഉണ്ടായതല്ലേ? നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഒരു ചെക്കപ്പ് നടത്തിയാലോ? അത് വേണ്ട മോനെ. ശ്വാസം മുട്ടൽ വരുമ്പോ കൊടുക്കാൻ ഡോക്ടർ തന്നൊരു ഗുളിക ഇവിടെ ഉണ്ടായിരുന്നു. അത് കൊടുത്തപ്പോ കുറഞ്ഞു. മോനെ, ഞാൻ ചായ എടുക്കട്ടെ? അയ്യോ വേണ്ടമ്മേ, ഞാൻ രാത്രിയിൽ ചായ കുടിക്കാറില്ല. വേറെ എന്തെങ്കിലും കുടിക്കാൻ? ഓ ഒന്നും വേണ്ടമ്മേ, അമ്മ ഇവിടെ നിൽക്കേ. അല്ല, അച്ഛനെന്ന് അമ്പലത്തിൽ പോണ്ടായിരുന്നോ? അത് ഞാനിപ്പോ അമ്പലത്തിൽ പോയിട്ട് വന്നോളൂ മോനെ. അരവിന്ദേട്ടനോ? സത്യത്തില് അപ്പൂന് അസുഖം ഉണ്ടാകുമ്പോ ഞാനിവിടെ ഇല്ലായിരുന്നു. വന്നപ്പോ ഇവന്റെ അവസ്ഥ കണ്ട് ഞാനങ്ങ് വിളിച്ചു പോയതാ. നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിച്ചു അല്ലേ? അയ്യോ എന്താ ഏട്ടാ ഇത്? ഞാനും ശ്യാമ എന്താ വെറും അന്യരാണോ? എന്നാലും അഖിൽ സാറിന് എന്തോരം തിരക്കുള്ളതാ. ഈ കണ്ട കമ്പനികളൊക്കെ നോക്കി നടത്തണ്ടേ? ഉഴവൂർ ദേവസ്വം കാളകളെ പോലെ നടക്കുന്ന അരവിന്ദേട്ടനെ അച്ഛനെ പോലെയാണോ? എന്ത് തിരക്കെടുത്തി? കുടുംബത്തിലെ ആവശ്യങ്ങൾ കഴിഞ്ഞുള്ള തിരക്കേ എനിക്കുള്ളൂ. ഓ ആ, വെറുതെ ആവശ്യത്തിനോ അനാവശ്യത്തിനോ ഒന്നും ഇങ്ങോട്ട് ഓടി വരണ്ടെന്നേ. ഇവിടെ ഇവരിങ്ങനെ വിളിച്ചോണ്ടിരിക്കും, അതൊന്നും മൈൻഡ് ആക്കണ്ട. എന്നാ പോയാലോ ശ്യാമേ? എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ? ആയിക്കോട്ടെ മോനെ, ശരി. അമ്മ പോട്ടെ. ചേച്ചി എന്താണ്? ഇന്ന് ഞാനിവിടെ ഇവനോടൊപ്പം നിൽക്കുമെന്ന്. ഇവൻ ഇങ്ങനെ പലതും പറയും. അഖിൽ സാറേ ഒത്തിരി തിരക്കുള്ള ആളല്ലേ, നിങ്ങൾ വേഗം പോവാൻ നോക്കിയേ. പോയേ. ഒരു കാര്യം ചെയ്യേ, ശ്യാമ ഇവിടെ നിന്നോ. അപ്പം സാർ ഒറ്റയ്ക്ക് പോണ്ടേ? എന്നാ വേണ്ട, ഞാനും ഒന്ന് അപ്പൂന്റെ ഒപ്പം ഇവിടെ കൂടാ. എന്താ? ദേവകി, അത്താഴം വിളമ്പ്. ചെല്ലേ ചെല്ലേ. നിനക്ക് സമാധാനായില്ല? നിന്റെ ശ്വാസം മുട്ടലൊക്കെ പോയല്ലോ അല്ലേ? നമ്മുടെ കള്ള. കൊള്ളാടാ കൊള്ളാം. ഏട്ടത്തി ചുമ്മയാണെന്നേ. സാരില്ല. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ? എന്തമ്മ, എന്നെ ധിക്കരിച്ചു നടക്കാനും അമ്മയോട് അധിക പ്രസംഗം പറയാനും ഒക്കെ ആരാ നിന്നെ പഠിപ്പിച്ചത്? അമ്മേ, അത് നീ ഇന്നലെ രാത്രി എന്നെ ധിക്കരിച്ച് എന്റെ വാക്ക് കേൾക്കാതെ ഇവളുടെ വീട്ടിലോട്ട് പോയി. അതിപ്പോ ഒരു അത്യാവശ്യത്തിന് പോയതല്ലേ അമ്മേ. അമ്മ എതിർത്തെങ്കിലും അച്ഛന്റെ അനുഭവത്തോടെയല്ലേ പോയത് ഞാൻ. അച്ഛനെ നീ ഇവളും കൂടി ചിരിച്ചു മയക്കി വശത്താക്കി വെച്ചിരിക്കുകയാണല്ലോ. മറ്റുള്ളവരെ മയക്കി കൈവശപ്പെടുത്താൻ ഇവളും മിടുക്കിയാണല്ലോ. പോവരുത് പോവരുതെന്ന് പലതവണ ഞാൻ നിന്നോട് പറഞ്ഞതാ, എന്നിട്ട് നീ എന്റെ വാക്ക് കേൾക്കാതെ പോയി. അമ്മയ്ക്ക് ചില പിടിവാശികളൊക്കെ ഉണ്ട്, അത് മുമ്പില്ലായിരുന്നു. ഇങ്ങനെ സാർ അമ്മ ഇങ്ങനെ വഴക്ക് പറയുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? എന്റെ അപ്പന് സുഖമില്ലാത്തോണ്ടല്ലേ?
നമ്മളെ വീട്ടിലേക്ക് പോയത്? അതൊരു തെറ്റാണോ? ശ്യാമേ, എന്റെ അമ്മ ഇപ്പൊ ചെയ്തതും എപ്പോഴും ചെയ്യുന്നതും 100% തെറ്റ് തന്നെയാ. അതെനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എന്ത് ചെയ്യും? അതെന്റെ അമ്മയല്ല. ഞാൻ പലപ്പോഴും അമ്മയോട് ക്ഷമിച്ചു പോവുക. ക്ഷമിക്കാതെ തരമില്ലല്ലോ. ഞാൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന 2 പേരിൽ ഒരാളാ എന്റെ അമ്മ. മറ്റേത് എന്റെ ശ്യാമയാ. തന്നോട് അമ്മയ്ക്കുള്ള ഈ അവഗണനയൊക്കെ കാണുമ്പോ എന്റെ മനസ്സ് എത്രമാത്രം നേറുന്നുണ്ടെന്നോ. പക്ഷെ എനിക്ക് പ്രതികരിക്കാൻ വയ്യ. എന്റെ അമ്മയല്ലേ. അമ്മ എനിക്ക് വേണ്ടി ഒത്തിരി അനുഭവിച്ചിട്ടുള്ളതാ, ഒത്തിരി വേദനിച്ചിട്ടുള്ളതാ. അതുകൊണ്ട് അമ്മയോട് എനിക്ക് എതിർത്തൊന്നും പറയാനാവില്ല ശ്യാമേ. ഏതായാലും ഡോക്ടറെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കാം. വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ കഴിക്കുന്ന മരുന്ന് ഞാൻ കണ്ടിന്യൂ ചെയ്താൽ മതി. ശരി ഡോക്ടർ. ഓക്കെ, റെസ്റ്റ് എടുത്തോളൂ. ഹലോ ഡോക്ടർ, ഇത് ഞാനാ, ആനന്ദ നിലയത്തിൽ നിന്ന് ഐശ്വര്യ. പറയൂ ഐശ്വര്യ. ഡോക്ടറെ, ആഘോഷനാകാൻ വേണ്ടി ഡോക്ടർ തന്ന ടാബ്ലറ്റ് ഞാൻ കഴിച്ചു. കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. ഐശ്വര്യ റെസ്റ്റ് എടുത്തോളൂ. താങ്ക് യു ഡോക്ടർ. എന്താടി നീ ദഹിപ്പിക്കുന്ന പോലെ നോക്കുന്നേ? എന്ത് ദ്രോഹം നിങ്ങൾ ചെയ്തത്? ഇവിടെ കൊണ്ടുപോകാതെ. തരില്ല ഞാൻ. നീ തരില്ലേ? വീട് എടുത്തി. ഇവിടെ കൊണ്ടുവരാനാ പറഞ്ഞേ. കൊണ്ടുവരാൻ തരില്ലെന്ന് പറഞ്ഞില്ല ഞാൻ. നിങ്ങൾ ചെയ്ത ഈ മഹാദ്രോഹത്തെ പറ്റി ഞാൻ എല്ലാരോടും പറയും. വിട്. നീ അത്രയ്ക്കായോ? എടുത്തി വിട്. എന്താ എന്താ ഒരു ബഹളം? അയ്യോ എന്റെ മോളെ ഐശ്വര്യ, എന്താ പറ്റിയേ? എന്താ മോളെ? ചേർന്ന് തള്ളി താഴെ ഇട്ടമ്മേ. അയ്യോ ചതിച്ചു എന്റെ ദൈവമേ. ഗർഭിണിയായ ഒരു പെണ്ണിനോടാണോ ഇത് കാണിക്കുന്നേ? അങ്ങനെയല്ല. പറയുന്നേ അമ്മ, അമ്മ ഞാൻ പറയുന്നൊന്ന് കേൾക്കാം. അമ്മ, ഞാനൊന്നും ചെയ്തിട്ടില്ല. പകയും പ്രതികാരം വീട്ടുന്നത് ഇവള് ഗർഭിണിയായിരിക്കുമ്പോഴാണോ? അയ്യോ അമ്മ, അങ്ങനെ അയ്യോ മോളെ. അമൃതടുത്തി, ഞാൻ തട്ടി വീഴ്ത്തിട്ടൊന്നുമില്ല. അമൃതടുത്തി, ഇത്തിരി വെള്ളം വെള്ളം എടുക്ക്. എടുത്തി, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഈശ്വര, ഞാനൊന്നും ചെയ്തിട്ടില്ല. എടുത്തി, ഒന്നുമില്ല മോളെ. അമ്മ, അമ്മ എന്നെ പറഞ്ഞോട്ടെ. എന്തെങ്കിലും തൊട്ടുപോകരുത്. വെള്ളം. ഈശ്വര,
എടുത്തി ഇതൊന്നും അല്ല. അമൃത എടുത്തി. ഇനി നീ മിണ്ടു പോകരുത്. കൊല്ലുന്നില്ല ഞാൻ. ഒന്ന് സംസാരിക്കാൻ പോലും വന്നു പോകരുത്. അയ്യോ അമ്മ, ഈശ്വരാ, ഞാൻ എന്താ ചെയ്തത്? സഹിക്കാൻ പറ്റുന്നില്ലമ്മേ. അയ്യോ, ഇത് വന്നതല്ല. അവളെ എഴുന്നേക്ക്. അമൃതേ, നീ അഖിലിനോട് ചെന്ന് ഒന്ന് വേഗം ഇങ്ങോട്ട് വരാൻ പറ. വഴുന്നേക്ക് ഈശ്വരിയ. എടുത്തി അമ്മ മാറി നിൽക്കടി അങ്ങോട്ട്. അമ്മ, ഞാൻ ഒന്ന് പറയട്ടെ. എന്ത് ചെയ്യാനാ? ഇതുപോലുള്ള മഹാദ്രോഹികൾ നമ്മുടെ വീട്ടിലുണ്ടായിപ്പോയല്ലോ. അതെ അതെ, ഇനി എന്ത് ചെയ്യാൻ പറ്റും വസുന്ധരെ? ഞാൻ ഐശ്വര്യത്തെ തള്ളി താഴെ ഇട്ടിട്ടില്ല. ഞാൻ എല്ലാ ദൈവങ്ങളെയും പിടിച്ച് സത്യം ചെയ്യാം, ഞാൻ അങ്ങനെ ഒരു ദുഷ്ടത്തരൊന്നും ചെയ്യില്ല. ഈ വീട്ടിലേക്ക് ഒരു കുഞ്ഞു അവയുടെ വരവ് എല്ലാരെക്കാളും ആഗ്രഹിച്ചത് ഞാനാ. ആ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കണമെന്നും ഓമനിക്കണമെന്നൊക്കെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛ, അമ്മ, എന്റെ ഭഗവാൻ കൃഷ്ണനാണ് സത്യം. ഞാൻ മനഃപൂർവ്വം ഒരു ദ്രോഹം ആരോടും ചെയ്തിട്ടില്ല. നിനക്കെന്നോട് അടങ്ങാത്ത പകയുണ്ടായിരുന്നു. ആ പക വെച്ച് നീ പകരം വീട്ടി എന്റെ കുഞ്ഞിനെ നീ കൊന്നു കളഞ്ഞില്ലേടി. ആ കുഞ്ഞുവാവെ ഇല്ലാതാക്കിയതിന്റെ കുറ്റം ഐശ്വര്യടുത്ത് എന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കരുത്. നിനക്ക് തൃപ്തിയായില്ലടി? എന്നോട് ഈ കൊലച്ചത് ചെയ്തിട്ട് പിന്നെ എന്നെ ചോദ്യം ചെയ്യാൻ നിൽക്കുകയാണോ നീ? സ്വന്തം മനസാക്ഷിയെ മുൻനിർത്തി ഐശ്വര്യടുത്തേക്ക് പറയാൻ പറ്റുമോ ഞാൻ ആ കുഞ്ഞിന്റെ ജീവൻ നശിപ്പിച്ചെന്ന്? അരുണെ, ഞാൻ ആകെ തകർന്നിരിക്കുക. ഇനി ഇവളുമായിട്ടുള്ള ഒരു മത്സരത്തിന് എന്നെ നിർബന്ധിക്കാതെ എന്നെ റൂമിലേക്കൊന്ന് കൊണ്ടുപോ. ഇനി ഇവിടെ ഉണ്ടാവുന്ന എല്ലാ സന്തതികളെയും ഇവിടെ കൊല്ലും. ഇവിടെ ഒരുമിട്ട് ഇറങ്ങിയിരിക്കും. വസു, വില കുറഞ്ഞ സംസാരം പാടില്ല. ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കാൻ പോവാം. അതിൽ ആനന്ദേട്ടൻ ഇടപെടരുത്. അമ്മയ്ക്ക് ശ്യാമയെ അപമാനിക്കാനും ആക്ഷേപിക്കാനും അവസരം കിട്ടിയതല്ലേ, അത് മാക്സിമം യൂസ് ചെയ്യും. ശ്യാമ ഇത്തരം ക്രൂരതകളൊന്നും കാണിക്കില്ലെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാമേ.